നമ്മളിപ്പോൾ എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഏതുവരെ ഡിസ്കസ് ചെയ്തു? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 5 സബ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ 5 സബ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്? ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഇവിടുത്തെ സെറ്റ് എന്താണ്? റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. ഇനി ഇവിടുത്തെ റിലേഷൻ എന്താണ്? ആർ ഈക്വൽ ടു എന്താ ഓർഡേഡ് പെയർ എ ബി റിലേഷനിൽ വരണമെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ആണല്ലേ. എന്നാൽ മാത്രമേ ഓർഡേഡ് പെയർ എ ബി എവിടെ ഉണ്ടാവുള്ളൂ? ആറിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഷോ ദാറ്റ് ആർ ഈസ് നെയ്തർ റിഫ്ലെക്സീവ് നോർ സിമെട്രിക് നോർ ട്രാൻസിറ്റീവ്. അപ്പോൾ നെയ്തർ നോർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അല്ല എന്ന് അല്ലേ. റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവും അല്ല. അത് നമുക്ക് എന്ത് ചെയ്യണം? തെളിയിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? റിഫ്ലെക്സീവ് കാണിക്കുക. റിഫ്ലെക്സീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യുക. എങ്ങനെ റിഫ്ലെക്സീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത്? അല്ലാന്ന് കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? എപ്പോഴും ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. അല്ലാന്ന് കാണിക്കാൻ നമുക്ക് എപ്പോഴും ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. അപ്പോൾ റിയൽ നമ്പേഴ്സ് ആവുകൊണ്ട് അതിൽ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടാവും? പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും, നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും, ഫ്രാക്ഷൻസ് ഉണ്ടാവും അല്ലേ, ഡെസിമൽ നമ്പേഴ്സ് ഉണ്ടാവും. അങ്ങനെ എല്ലാ നമ്പേഴ്സും വരുന്നതാണ് ഏത്? റിയൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സെറ്റ് എന്താണ്? റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. ഇനി 1 എടുത്താൽ അത് റിലേഷൻ ആറിൽ വരുമോ? 1 എടുത്താൽ അപ്പോൾ അവിടെ എന്താണ്? എ ഈക്വൽ ടു 1 ആണ്, ബി ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ സാറ്റിസ്ഫൈ ചെയ്യുമോ? എ 1 ആണ്, ബി സ്ക്വയർ 1 സ്ക്വയർ 1 സ്ക്വയർ അതെന്താ? 1 തന്നെയാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ലെസ് ദാൻ എ ലെസ് ദാൻ ബി ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? ലെസ് ദാൻ ബി സ്ക്വയർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കും? എ ഈക്വൽ ടു ബി സ്ക്വയർ ആയിരിക്കണം. അതാണ് ഏതിൻ്റെ മീനിങ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ എ ലെസ് ദാൻ ബി സ്ക്വയർ ആയിരിക്കണം, അല്ലെങ്കിൽ എ ഈക്വൽ ടു ബി സ്ക്വയർ ആയിരിക്കണം. ഇവിടെ എ ഈക്വൽ ടു ബി സ്ക്വയർ ആയില്ലേ? അപ്പോൾ 1 എന്തിലുണ്ട്? ആറിലുണ്ട്. പക്ഷെ നമുക്ക് ആറിൽ ഇല്ലാത്തതല്ലേ കാണിക്കേണ്ടത്? കാരണം എന്താ? റിഫ്ലെക്സീവ് അല്ലാന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അല്ലാന്ന് കാണിക്കാൻ ഇനി ഞാനൊരു ഫ്രാക്ഷൻ എടുക്കാം. ഫ്രാക്ഷൻ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സിൽ വരില്ലേ? അപ്പോൾ 1/2 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ്? എ 1/2 ആണ്, ബിയും 1/2 ആണ്. നമുക്ക് റിഫ്ലെക്സീവ് ആവണം വെച്ചാൽ എന്താണ് കണ്ടീഷൻ? എ ബിലോങ്സ് ടു ആർ ആവണം അല്ലേ. ഫോർ ഓൾ എ ബിലോങ്സ് ടു തന്നിട്ടുള്ള സെറ്റ്. അപ്പോൾ എയും ബിയും 1/2 ആണ്. അപ്പോൾ ബി സ്ക്വയർ എന്താ വരിക? 1/2ൻ്റെ സ്ക്വയർ എന്താ വരിക? 1ൻ്റെ സ്ക്വയർ 1/2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4 ആണ്. പക്ഷേ 1/4 1/2 ആണോ വലുത്? 1/4 ആണ് വലുത്. 1/2 ആണ് വലുത് അല്ലേ. അപ്പോൾ 1/4 എന്ന് പറയുന്നത് ലെസ് ദാൻ 1/2 അല്ലേ, അല്ലെങ്കിൽ 1/2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1/4 അല്ലേ. ഈ 1/4 എന്ന് പറയുന്നത് ബി സ്ക്വയർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? 1/2 എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി സ്ക്വയർ എന്നാണ് കിട്ടിയത്. നമുക്ക് എന്തായിരുന്നു കിട്ടേണ്ടത്? ഒന്നില്ലെങ്കിൽ ലെസ് ദാൻ ബി സ്ക്വയർ എന്ന് കിട്ടണം, അല്ലെങ്കിൽ ഈക്വൽ ടു എന്ന് കിട്ടണം. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് എന്താണ് അർത്ഥം? 1/2 എന്ന് പറയുന്നത് എവിടെ ഇല്ല? ഡസൻ ബിലോങ്സ് ടു ആർ, റിലേഷനില്ല. ദെർഫോർ ആർ എന്താണ്? ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ് അല്ല അല്ലേ. റിഫ്ലെക്സീവ് അല്ല. ഇനി നമുക്ക് സിമ്മെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യുക. സിമ്മെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്താ വേണ്ടത്? നമ്മൾ ഓർഡേഡ് പെയർ A1 A2 ആറിലുണ്ടെങ്കിൽ എന്തുണ്ടാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? A2 A1 ഉണ്ടാവണം, അങ്ങനെയല്ലേ പറഞ്ഞേ. അപ്പോൾ 1 to ആറിലുണ്ടോ? 1 to ആറിലുണ്ടോ? ഞാൻ പറയുന്നുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എന്താ? A1 ആണ്, B 2 ആണ് അല്ലേ, അല്ലെങ്കിൽ A2 ഏത് പേര് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ ഓർഡർ പെയർ AB എന്ന് പറഞ്ഞുകൊണ്ട് A ഈക്വൽ ടു 1 B ഈക്വൽ ടു 2 എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ A1 A2 ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇവരുടെ കണ്ടീഷൻ എന്താ? B2. അപ്പോൾ ബി സ്ക്വയർ എന്താ വരിക? 2 സ്ക്വയർ എന്താ? 4 അല്ലേ. അപ്പോൾ 4 ആണോ വലുത്? 1 ആണോ വലുത്? 1 ലെസ് ദാൻ ആണ് 4 അല്ലേ. അപ്പോൾ 1 എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ എ ലെസ് ദാൻ ബി സ്ക്വയർ. എ ലെസ് ദാൻ ബി സ്ക്വയർ നമുക്ക് കിട്ടിയില്ലേ. ഒന്നില്ലെങ്കിൽ ലെസ് ദാൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ടു ആണെന്നല്ലേ കണ്ടീഷൻ. അപ്പോൾ അതിനർത്ഥം എന്താ? 1 to ആറിലുള്ള ഒരു എലിമെൻ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? 1 to ഉണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചിട്ടുള്ളത് മാറില്ല വേണ്ടേ? എന്നാലാണ് സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് 2 1 ചെക്ക് ചെയ്ത് നോക്കാം.
2 1 a ഈക്വൽ ടു 2 ആണ്, b ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ബി സ്ക്വയർ എന്താ വരിക? 1 സ്ക്വയർ. അത് 1 തന്നെയല്ലേ? അപ്പോൾ 1 ആണോ വലുത് 2 ആണോ വലുത്? 2 ആണ് വലുത് അല്ലേ? അപ്പോൾ 2 ഗ്രേറ്റർ ദാൻ 1 ആണ്. ഈ 2 എന്താ? എയുടെ വാല്യൂ ആണ്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ, ഈ 1 എന്ന് പറഞ്ഞത് എന്താ? ബി സ്ക്വയർ. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി സ്ക്വയറാണ്. പക്ഷേ റിലേഷൻ ആറിൽ വരണമെങ്കിൽ എന്തൊക്കെ ആയിരിക്കണം? ഒന്നില്ലെങ്കിൽ എ ലെസ് ദാൻ ബി സ്ക്വയർ ആയിരിക്കണം, അല്ലെങ്കിൽ എ ഈക്വൽ ടു ബി സ്ക്വയർ ആയിരിക്കണം. പക്ഷെ നമുക്ക് കിട്ടിയത് എന്താ? എ ഗ്രേറ്റർ ദാൻ ബി സ്ക്വയർ. അപ്പോൾ അതിനർത്ഥം എന്താ? therefore 2 1 doesn't belongs to R. ആറിൽ വരില്ല. അതിനർത്ഥം R ഈസ് നോട്ട് സിമെട്രിക്. ആറ് സിമെട്രിക് അല്ല. അപ്പോൾ നമുക്ക് അല്ലാന്ന് തെളിയിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു എക്സാമ്പിൾ എടുത്തിട്ട് കാണിച്ചാൽ മതി. ഇനി നമുക്ക് ട്രാൻസിറ്റീവ് നോക്കാം. ട്രാൻസിറ്റീവ് നോക്കാൻ എന്താണ്? നമ്മുടെ ട്രാൻസിറ്റീവിൻ്റെ ഡെഫിനിഷൻ എന്താണ്? A1 A2 ആറിലുണ്ട്, A2 A3 ആറിലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ A1 A3യും ആറിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആറിനെ നമുക്ക് ട്രാൻസിറ്റീവ് എന്ന് പറയാം അല്ലേ? അപ്പോൾ നമുക്ക് A1 A2 ആറിലുണ്ട്, A2 A3യും ആറിലുണ്ട്. അങ്ങനെ രണ്ട് ഓർഡർഡ് പെയർ ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? അത് ആറിലുണ്ടെങ്കിലാണ് നമുക്ക് ഇത് വേണ്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കിട്ടുന്നുണ്ടോ എന്ന്. നമുക്കത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ കണ്ടീഷൻ എന്താ? ആറിലുണ്ടാവാനുള്ള കണ്ടീഷൻ എന്താ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ആവണം. അപ്പോൾ ഈ കണ്ടീഷൻ ചെയ്യുന്ന ഫസ്റ്റത്തെ എലമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ എന്താ? ഈ രണ്ടാമതിൽ വെച്ച് തുടങ്ങുന്ന എലമെൻറ്റ് തന്നെ ആയിരിക്കണം അല്ലേ? പിന്നെ അടുത്തത് A2 A3 പറയുമ്പോൾ അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ച് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുണ്ട്? ട്രാൻസിറ്റീവ് അല്ല എന്നാണ് കാണിക്കേണ്ടത് അല്ലേ? ട്രാൻസിറ്റീവ് ആവാനുള്ള കണ്ടീഷനാണിത്. എന്താ? ഇത് രണ്ടും എടുത്തിട്ടുണ്ടെങ്കിൽ, ഇത് രണ്ടും ആറിലുണ്ടെങ്കിൽ, ട്രാൻസിറ്റീവ് ആണെങ്കിൽ എന്താ? A1 A3 ആറിലുണ്ടാവണം. അപ്പോൾ ട്രാൻസിറ്റീവ് അല്ല എന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? A1 A3 ആറിലുണ്ടാവരുത് അല്ലേ? അപ്പോഴല്ലേ നമ്മൾ ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയുക. അപ്പോൾ ആറിലില്ലാത്തൊരു എലമെൻറ്റ് നമുക്ക് എഴുതാൻ എളുപ്പമല്ലേ? അപ്പോൾ ഒരു A1 A3 ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. 3 1 ആറിലുണ്ടാവുമോ? 3 1 ആറിലുണ്ടാവും. 3 1 എന്താണ്? A ഈക്വൽ ടു 3യും B ഈക്വൽ ടു 1ഉം ആണ്. അപ്പോൾ ബി സ്ക്വയർ എന്താ വരിക? 1 സ്ക്വയർ ഈക്വൽ ടു 1. 3 ഗ്രേറ്റർ ദാൻ 1 ആണ്. അതായത് എ ഗ്രേറ്റർ ദാൻ, ഈ 1 എന്ന് പറയുന്നത് ബി സ്ക്വയറാണ്. ബി സ്ക്വയർ എ ഗ്രേറ്റർ ദാൻ ബി സ്ക്വയറാണ്. എ ഗ്രേറ്റർ ദാൻ ബി സ്ക്വയർ ആയ ആറിൽ വരും ഇല്ല. ഒന്നില്ലെങ്കിൽ എ ലെസ് ദാൻ ബി സ്ക്വയർ ആവണം, അല്ലെങ്കിൽ എ ഈക്വൽ ടു ബി സ്ക്വയർ ആവണം. അപ്പോൾ 3 1 എന്ന് പറയുന്നത് ആറിലത്തെ എലമെൻ്റ് അല്ല അല്ലേ? അപ്പോൾ നമുക്ക് A1 A3 A3നെ 3,1 ആയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ച് ഇപ്പുറത്തുള്ള എലമെൻറ്റിനെ കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് നമ്മൾ എങ്ങനെ എടുക്കുക? A1 A2 ആറിലുണ്ട് എന്ന് എടുക്കും, A2 A3 ആറിലുണ്ട് എന്ന് എടുക്കും. എന്നിട്ട് A1 A3 ആറിലില്ല എന്നപ്പോൾ നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ ആറിലില്ലെങ്കിൽ ട്രാൻസിറ്റീവ് ആവില്ല. പക്ഷേ A1 A2 എന്തെടുക്കണം? A2 A3 എന്തെടുക്കണം? നമുക്ക് കിട്ടണ്ടേ? അപ്പോൾ A1 A3 3 1. അപ്പോൾ A1ൻ്റെ വാല്യൂ എന്താ? 3 ആണ് അല്ലേ? A2 നമുക്ക് അറിയോ? ഇല്ല. ഇനി A2ൻ്റെ വാല്യൂ അറിയില്ല. A3 നമുക്ക് ഇവിടുന്ന് അറിയാം അല്ലേ? 1. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യണ ഒരു നമ്പർ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമല്ലേ? ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് 1 2 3 A1ഉം A2ഉം A3 ഒക്കെ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഒരു എലമെൻറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ഏതായിരിക്കും വരിക? അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്താ? ഇത് എയും ഇത് ബിയും ആണ്. അപ്പോൾ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു A2 സ്ക്വയർ, ഇങ്ങനെയുള്ള ഒരു എലമെൻറ്റ് കിട്ടണം അല്ലേ? ഇവിടെ എന്ത് കിട്ടണം? A2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ നോക്കി നോക്കാം. 1നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ 1ന് ഈക്വലോ ആയിട്ട് ആവണം A2. ഇവിടെ എന്താ പറയണത്? 3നേക്കാൾ വലുതോ അതോ 3 ആയിരിക്കണം A2ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ എലമെൻറ്റ് ഉണ്ടാവും. നെഗറ്റീവ് എലമെൻറ്റ് ഉണ്ടാവും. A2ന് നമുക്ക് -4 എടുത്ത് നോക്കാം. അപ്പോൾ ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടോ നോക്കാം. അപ്പോൾ A2ൻ്റെ സ്ക്വയർ എന്താ വരിക? -4 സ്ക്വയർ. -4 സ്ക്വയർ എന്താ? 16. അപ്പോൾ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 തന്നെയല്ലേ? 3 ലെസ് ദാൻ 16 ആണ് അല്ലേ? അപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി A2 ആയിട്ട് നമ്മൾ 16 എടുക്കുക, അല്ല A2 ആയിട്ട് -4 എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ -4 ലെസ് ദാൻ 1 അല്ലേ? അപ്പോൾ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? A1 A2 A3 ഇത് ആറിലുണ്ടെങ്കിൽ A1 A3 ആറിലില്ല എന്ന് പ്രൂവ് ചെയ്താൽ ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? ലെറ്റ് 3 - 4
ബിലോങ്സ് ടു ആർ അല്ലേ. -4 1 belongs to R, but 3, 1 doesn't belongs to R. Therefore, R is not transitive. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും എന്താണ് A1ഉം A2ഉം A2 A3 നമ്മൾ എടുക്കുക ചെയ്യുക. എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യും? A1 A3 ആറിലില്ല എന്ന് പ്രൂവ് ചെയ്യും. അപ്പോഴാണ് ട്രാൻസിറ്റീവ് ആവാത്തത്. പക്ഷേ ഇവിടെ നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന A1ഉം A2ഉം A3 ഒക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ A1 A3 ആറിലില്ല എന്ന് പ്രൂവ് ചെയ്താൽ ട്രാൻസിറ്റീവ് ആവില്ലല്ലോ. അപ്പോൾ A1 A3 ആറിലില്ലാത്തൊരു എലിമെൻറ്റിനെ നമ്മൾ എടുത്തു അല്ലേ. 3 1 ആറിലില്ല. അപ്പോൾ 3 1 ആറിലില്ല എന്നെടുത്തു. എന്നിട്ട് നമ്മൾ അവിടുന്ന് ബാക്കിലേക്ക് പോയി അല്ലേ. A1 A3 ആണ് 3 1. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് A1ഉം കിട്ടി A3യും കിട്ടി. അപ്പോൾ എന്നിട്ട് A2 മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ഏത് നെഗറ്റീവ് എലിമെൻറ്റ് വന്നാലും പറ്റും അല്ലേ. -5 വന്നാലും പറ്റില്ലേ. -5 -5ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 25 വരിക. അപ്പോൾ 3നേക്കാളും വലുതല്ലേ 25. പിന്നെ -5 എന്ന് പറയുന്നത് 1നേക്കാൾ ചെറുതാണ്. -5 ലെസ് ദാൻ 1 അല്ലേ. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് ഏതെടുക്കാം? -4 തന്നെ എടുക്കണം എന്നില്ല. -5 -6 -8 അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? A1ഉം A2ഉം കിട്ടും, A2 A3യും കിട്ടും. A1 A2 A3യും ആറിലുണ്ട് അല്ലേ. ഇത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ആറിലുണ്ടാവും. ആറിലുണ്ട്. പക്ഷെ എന്തല്ല A1 A3 ആറിലില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? R ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പോൾ നമുക്ക് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.